ന്യൂ ഫയൽ എടുക്കാം. ഓക്കെ, ഞാൻ മാറ്റി ഫോട്ടോഷോപ്പ് സൈസ് എടുത്തു, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇത് കൊടുക്കാം, ഗ്രേ തന്നെ കൊടുക്കാം, ഇല്ലെങ്കിൽ ഗ്രേഡിയന്റ് കൊടുക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് പറഞ്ഞാൽ കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക, ഗ്രേഡിയന്റ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, ഇഷ്ടമുള്ള ഗ്രേഡിയന്റ് ഏതാണ് ആ ഒരു ഗ്രേഡിയന്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പം എനിക്കൊരു ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവിന്റെ ഒരു ഗ്രേഡിയന്റ് എടുക്കാം. ബ്ലൂ കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, റേഡിയയിലാണെങ്കിൽ റേഡിയയിൽ, അതുപോലെ കറക്കുന്നുണ്ടെങ്കിൽ ഏതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. ഓക്കെ, അതേപോലെ ആംഗിൾ ആണെങ്കിൽ ആംഗിൾ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാമല്ലോ. ഇത് വെച്ച് ഞാൻ ആംഗിൾ മൂവ് ചെയ്യാം. റിഫ്ലക്റ്റഡ് ആണെങ്കിൽ റിഫ്ലക്റ്റഡ്, ഇല്ല ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട്. റിവേഴ്സ് ആയിരിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സെലക്ട് ചെയ്യുക. ഞാൻ ലീനിയർ ആണെങ്കിൽ ലീനിയർ ആക്കാം. സ്കെയിൽ വാല്യൂ കുറയ്ക്കാം, സ്കെയിൽ വാല്യൂ കൂട്ടാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്വല്പം കൊണ്ട് ഡാർക്ക് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഡാർക്കും സെലക്ട് ചെയ്തു, ഓക്കെ എടുത്തു. ഇതിന്റെ വാല്യൂ ഞാനൊരു 10 കൊടുത്തു. കണ്ടോ, അപ്പൊ ഇങ്ങനെയായി. അപ്പൊ ഇതെങ്ങനെ കറക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മളത് മൂവ് ചെയ്യുന്നത്. റേഡിയയിലാണെങ്കിൽ റേഡിയയിലാക്കുക, റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ റിവേഴ്സ് തിരിക്കാം. ഓക്കെ, അപ്പൊ എനിക്കിത് മതി. വലിയ ആ ഒരു ഗ്രേഡിയന്റിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണെങ്കിൽ ലീനിയർ ഗ്രേഡിയന്റ് ആയിരിക്കും. ഇങ്ങനെ വരച്ചാൽ ലീനിയർ ആയിരിക്കും. കണ്ടോ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്താൽ എന്താവും, റേഡിയലാവും. കൺട്രോൾ മൈനസ് അടിച്ചിട്ട് നമുക്ക് കണ്ട ഇതാണെങ്കിൽ ഇത്. ഞാനിത് ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ടെക്സ്റ്റ് എടുക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്ത്, ഓക്കെ, കൺട്രോൾ ടി സ്വല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. കൺട്രോൾ ജെ, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഡ്രാഗ് ചെയ്തു. എനിക്കത് വേണം, സോ ഞാനിത് ഹൈഡ് ചെയ്തു. ഇനി ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയൊരു സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് ഇതേ കളർ തന്നെ വന്ന വൃത്തികേടായിരിക്കും. ഇത് കൊടുത്താലോ ഇല്ല. ഏതിലാണ് ഒരു ഫീല് വരണത് അത് കൊടുക്കാം. ഇത് ഒരു സുഖമില്ല. വേറെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് കൊടുക്കാം. കുറച്ചും കൂടെ ഒരു ബ്രൈറ്ററായ ഒരു കളർ നമുക്ക് കൊടുക്കാം. ഇതുമായിട്ട് സൂട്ടും കൂടെ ആവണം കേട്ടോ, ആ ഒരു കളർ. ഇത് വലിയ കുഴപ്പമില്ല, ബ്ലൂ ആണ്, പക്ഷെ വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ എടുത്ത് ഞാൻ സ്വല്പം കൂടെ അതിനൊന്ന് ഡിക്രീസ് ചെയ്തേ, വളരെ മൈന്യൂട്ടായിട്ട്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്ത് പറ്റി, ഇതിന്റെ അകത്തൊരു സ്ട്രോക്കും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ കൺട്രോൾ ടി അടിക്കുക. ശ്രദ്ധിക്കണം, ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കൺട്രോൾ ടി അടിച്ചിട്ട് 2 പിക്സൽസ് റൈറ്റിലോട്ട് ആക്കുകയാണ്. അപ്പൊ ആരോ കീ 2 പ്രാവശ്യം മൂവ് ചെയ്യുക. റൈറ്റ് ആരോ കീ 2 വട്ടം, 1 2. ദെൻ ടോപ്പ് ആരോ കീ 2 വട്ടം, 1 2. ചെറുതായിട്ടേ മൂവ് ആവുള്ളൂ. എന്റർ കീ അടിക്കുക. ഓൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് ടി അടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കും. കണ്ടോ, നമ്മൾ ലാസ്റ്റ് ചെയ്ത സംഭവം റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ടി എഴുതിക്കണം. കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ടി. ഓക്കെ, ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 23 കോപ്പീസ് ആണ് വന്നിട്ടുള്ളത്. കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ടി അടിച്ച സമയത്ത് നമുക്ക് എത്ര കോപ്പീസ് വന്നിട്ടുണ്ട്, 23 കോപ്പീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ മൂവ് ചെയ്തിട്ട് ഫുൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഒരെണ്ണം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഒരെണ്ണം നമ്മൾ ലാസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 23 കോപ്പീസ് ആണെങ്കിലും അവസാനത്തെ ഒരെണ്ണം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാം സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോൾ ഇ ഫോർ മെർജ്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി, ഒറ്റ ഒരു പീസായി അല്ലേ. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം, ഒരു ഡ്രോപ്പ് ഷാഡോ. കണ്ടോ, എന്നിട്ട് നമുക്ക് ആ ഡ്രോപ്പ് ഷാഡോ ഡിസ്റ്റൻസ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആംഗിൾ തിരിക്കണമെങ്കിൽ തിരിക്കാം, ലുക്ക് ആൻഡ് ഫീൽ മാറ്റണമെങ്കിൽ മാറ്റാം, സ്പ്രെഡ് ചെയ്യണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. കണ്ടോ, സ്പ്രെഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ഗ്രാഫിക്സിന്റെ കോപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കോപ്പി, ഈ കോപ്പിയെ ഡ്രാഗ് ചെയ്ത് ഞാൻ അതിന്റെ ടോപ്പിൽ ഇടുന്നു.
എന്നിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കളറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ. അതിന് പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓവർലേ ആണ് അതിന് പറ്റിയത്. ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഗ്രേഡിയന്റ് ഓവർലേയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാ 2 കളർ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കളറിൽ ക്ലിക്ക് ചെയ്യുക. സോറി, ഇത് വേണ്ട, റിമൂവ് ചെയ്യുക. പിന്നെ അതിന്റെ ഡ്രാഗ് ചെയ്തൊക്കെ മാറ്റിയത്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളർ പിക്ക് ചെയ്യാം കണ്ടോ. നമുക്ക് അല്ലാതെ നല്ല ഗ്രേഡിയന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അല്ലാത്ത ഗ്രേഡിയന്റ് പിക്ക് ചെയ്യാം കണ്ടോ. കുറച്ചുകൂടെ നല്ല ഗ്രേഡിയന്റ് അല്ലേ ഇവിടെ. അത് രണ്ടും നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വേറെ ഗ്രേഡിയന്റ് ആണെങ്കിൽ വേറെ ഗ്രേഡിയന്റ്. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് ലീനിയറും കണ്ടോ ഇങ്ങനെ കറക്കാം. സെയിം സംഭവം ഇവിടെ ഉണ്ട്, റേഡിയലുണ്ട് കണ്ടോ. ഇങ്ങനെ പിക്ക് ചെയ്ത് ഇങ്ങനെ കറക്കാം. നമ്മൾ അവിടെ കണ്ട ഗ്രേഡിയന്റ് ഇവിടെയുണ്ട്. ആംഗിൾ ഉണ്ട്, നമുക്ക് ഏത് ആംഗിളിൽ വേണോ ആംഗിളിൽ കറക്കാം. റിഫ്ലക്റ്റഡ് ഉണ്ട്, റിഫ്ലക്റ്റഡ് ആണെങ്കിൽ റിഫ്ലക്റ്റഡിൽ മൂവ് ചെയ്യാം കണ്ടോ. എങ്ങനെ വേണോ ഇതിനെ കറക്കാം. ഓക്കെ, സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം കണ്ടോ. അതുപോലെ ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട് ഉണ്ട്, ഡയമണ്ട് നമുക്ക് മൂവ് ചെയ്യും. അപ്പം എനിക്കിപ്പോൾ റിഫ്ലക്റ്റഡ് ആണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഞാൻ മാക്സിമം വെച്ചിട്ട് ആ ഒരു മിഡിൽ കൊണ്ടുപോയിക്കുക. ഞാൻ അതിനെ ഓക്കെ എടുത്തു. ഇനി നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും കേട്ടോ. ഒന്നും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഇരിക്കട്ടെ, ഇതിലും കൂടെ നമുക്കൊരു ഷാഡോ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഷാഡോ മൂവ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഷാഡോയും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റും കൂടെ നമുക്ക് കിട്ടും എക്സ്ട്രാ. ഓക്കെ, ഇനി ഫുൾ സെലക്ട് ചെയ്യുക. 1 2 കൺട്രോൾ ഇ. ഓക്കെ, മൂവ് ചെയ്യുന്നു, ഞാൻ ഇവിടെ വെച്ചു കൊടുത്തു. കൺട്രോൾ ടി, റൈറ്റ് ക്ലിക്ക്, റാപ്പ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ റാപ്പ് ചെയ്ത് കൊടുക്കാം. ആർക്കാണെങ്കിൽ ആർക്ക് കണ്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ അത് മൊത്തം ചേഞ്ച് ആവും. ആർക്ക് ലോവർ ആണെങ്കിൽ ആർക്ക് ലോവർ, ആർച്ച് ആണെങ്കിൽ ആർച്ച്, അതുപോലെ ബൾജ് ആണെങ്കിൽ ബൾജ്, ഷെൽ ഓവർ, ഓക്കെ, അതേപോലെ ഷെൽ അപ്പർ, ഫ്ലാഗ്, ഓക്കെ, വേവ്, ഫിഷ്, അതുപോലെ റൈസ്, ഫിഷൈ, ഇൻഫ്ലേറ്റ്, സ്ക്യൂസ്, ട്വിസ്റ്റ്, ദെൻ സിലിണ്ടർ. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫിഷ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് മൂവ് ചെയ്യാം. ഇങ്ങനെ ഇതുണ്ടോ ഒരു വൈറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം ഏത് പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ തൽക്കാലം ഇത് വെച്ച് എൻ്റർ ചെയ്തു കണ്ടോ. അപ്പോൾ ഈ രീതിയിലുള്ളൊരു 3D സംഭവം നമുക്ക് 3D അല്ലാതെ തന്നെ നമുക്ക് അല്ലാതെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.